ധർമ്മസ്ഥലയിൽ മറ്റൊരു മലയാളി ബന്ധമുള്ള ആളെ കണ്ടെത്തുന്നതാണ്. പേര് വിവരങ്ങൾ തൽക്കാലം ഇപ്പോൾ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരു കൊലപാതകം അതുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവ വികാസങ്ങൾ അങ്ങ് നേരിൽ കണ്ടിട്ടുണ്ട് എന്നാണല്ലോ പറയുന്നത്. നേരിൽ കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നേരിൽ കണ്ടതല്ല, പക്ഷേ ശവം ഞാൻ കണ്ടതാണ്. 25-ന്റെയും 18-ന്റെയും കൂടെ സെൻട്രലുള്ള ഒരു പെണ്ണിന്റെ ഒരു ബോഡി കണ്ടതാണ്. ഞാനിങ്ങനെ ടോയ്ലറ്റിൽ പോകുമ്പോൾ എൻ്റെ നേരെ താഴത്തെ ഭാഗത്ത് ഡെഡ് ബോഡി കിടപ്പുണ്ടായിരുന്നു. അപ്പം ഭാര്യയോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ തലഭാഗത്ത് ഞാൻ ഇരുന്ന് ടോയ്ലറ്റിൽ പോയി. പിറ്റേ ദിവസം കാണുമ്പോഴാണ് ഇത് ഡെഡ് ബോഡിയാണെന്ന് അറിയുന്നത്. പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, ഈ ആളെ നിങ്ങൾക്ക് അറിയുമോ? എല്ലാം റോഡിൽ കൂടെ വരുന്ന വണ്ടികളെല്ലാം നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, ഇവരെ അറിയുമെന്ന്. ഡെഡ് ബോഡി അങ്ങ് ആദ്യം അവിടെ താഴെ പോയപ്പോൾ എന്തോ ഒന്ന് ചാക്കിൽ കെട്ടിയ പോലെ കണ്ടു. അതിനുശേഷം തൊട്ടടുത്ത ദിവസം തിരിച്ചു വരുന്ന വഴിക്ക് ഒരു മൃതദേഹം അവിടെ ആ പാലത്തിന്റെ സൈഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ 15 കൊല്ലത്തിന് മുന്നേ 2009, 2010 കണ്ട കാര്യമാണ്. സ്ഥിരമായിട്ട് ഇപ്പോൾ ഒരു ആഴ്ചക്കല് 1-2 ശവം ഉറപ്പ്. എൻ്റെ പൊന്നോ, എത്ര ദുരൂഹതകളായ ഓരോ ദിവസം അഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ? ഓരോ സ്ഥലങ്ങളിൽ ഓരോ പെൺകുട്ടികൾ, എത്രയോ പെൺകുട്ടികളുടെ ജീവനായിരിക്കും ഇങ്ങനെ പൊളിഞ്ഞിട്ടുണ്ടാവുക. ധർമ്മസ്ഥലം ഇപ്പോഴും ദുരൂഹതകൾ തുടരുകയാണ്. പലയിടത്തും പറയുന്നത് ചിലത് കള്ളം പറയുകയാണ്, ചിലത് നേര് പറയുന്നത്. പക്ഷെ എന്തോ ഇതിനൊരു പൊളിറ്റിക്സ് ഉണ്ട്, രാഷ്ട്രീയമുണ്ട് ഇതിന് പിന്നിൽ. പല പ്രമുഖരും ഉണ്ട് ഇതിന് പിന്നിൽ. പക്ഷെ പുറത്തു വരത്തില്ല. പൈസ ഉള്ളതുകൊണ്ടോ സ്വാധീനം ഉള്ളതുകൊണ്ടൊന്നും പകുതി അവരും പുറത്തു വരത്തില്ല. അതിന് പകുതി പോയിട്ട് ഒരു 1/4 ഭാഗം പോലും പുറത്തു വരത്തില്ല. ഒന്നുകിൽ ജീവൻ ഒടുത്തിക്കളയും, അല്ലെങ്കിൽ കാശ് വെച്ച് അവർ സ്വാധീനിക്കും. എങ്ങനെ ഈ നിയമം നടപ്പിലാവും? എങ്ങനെ ദുരൂഹതകൾ അഴിയും?